5 നിലകളിലായാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഈ ബിജെപിയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. 2 ബേസ്മെന്റ് അടക്കം 60,000 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്പ് ഡെസ്ക് മുതൽ പ്രവർത്തകർക്ക് താമസിക്കാനുള്ള ഡോർമെട്രി സൗകര്യം വരെ ഈ കെട്ടിടത്തിലുണ്ട്. നമുക്ക് വിശദമായി എങ്ങനെയാണ് ആ കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന ബിജെപി നേതൃത്വത്തിന്റെ ചിരകാല അഭിലാഷമായ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ 11 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 60,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളോടുകൂടിയാണ് ഈ കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. 2 ബേസ്മെന്റും മറ്റു നിലകളുമായി ഡോർമെട്രിയും റൂം സൗകര്യങ്ങളും ഒപ്പം കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കും മറ്റും ഈ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അമിത്ഷാ തന്നെയാണ് മുൻപ് നിർവഹിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇന്ന് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നത്. ഒപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, അതിനൊപ്പം തന്നെ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി, പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ് എന്നിവരുടെ ശിലാഫലകങ്ങളും മീഡിയ റൂം, ക്യാന്റീൻ, മറ്റ് റിസപ്ഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ബിജെപിയുടെ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിൽ നിന്നായിരിക്കും. ഈ കെട്ടിടത്തിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെയും മറ്റ് ഓഫീസ് സെക്രട്ടറിമാരുടെയും ഒക്കെ മുറികളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാഴ്ചകളിൽ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പേരും അവരുടെ ടേമും കാര്യങ്ങളെല്ലാം ഇവിടെ ശിലാഫലകത്തിൽ കോറിവെച്ചിട്ടുണ്ട്. ഇതേ നിലയിൽ തന്നെ 400ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു കോൺഫറൻസ് ഹാളും ഒപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാഴ്ചയിൽ കാണാം. മറ്റ് രാഷ്ട്രീയ ചർച്ചകളും മറ്റും ഈ കെട്ടിടത്തിൽ ഈ ഒരു ഹാളിൽ വെച്ചായിരിക്കും നടക്കുക. 2ാമത്തെ നിലയിൽ മിനി ലൈബ്രറിയും ഒപ്പം തന്നെ മിനി കോൺഫറൻസ് ഹാളും ഒപ്പം സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും മഹിളാ മോർച്ചയുടെയും ഓഫീസുകളും ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ വിങ്ങും ഒപ്പം മീഡിയ വിങ്ങും ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. 4ഉം 5ഉം നിലകളിൽ ഡോർമെട്രികളും മറ്റ് ഉയർന്ന നേതാക്കൾക്കുള്ള മുറികളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 5 നിലകളോളമുള്ള ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി അണികളെല്ലാം ഉയർന്ന ആവേശത്തിലുമാണ്. ക്യാമറാമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.